മാഷാ അല്ലാഹ്. ഈ വീഡിയോയിൽ കാണുന്നത് ആരെന്നറിയോ? നമ്മളെ സാബിത്ത വീണ്ടും തിരിച്ചു വന്നില്ലേ? ഇതാ കേട്ടോളൂ സാബിത്താന്റെ വാക്കുകള്. വലൈക്കും സലാം. മാഷാ സുഖന്നെ സാബിത്ത. സാബിത്താന്റെ ഇതൊരു പുതിയ ചാനലാണ്. നമ്മളെ ഇതുവരെയുള്ള സാബി വ്ളോഗാണ്. എല്ലാ സ്ഥലവും വയറലായി കത്തിത്തിളങ്ങി നിൽക്കുന്ന ചാനലായിരുന്നു നമ്മളെ സാബി തന്നെ. സാബിത്താൻ കത്തിത്തിളങ്ങുന്ന വെച്ചാൽ എവിടെ നോക്കിയാലും സാബിത്താന്റെ ബ്ലോഗ് തന്നെ നമ്മൾ കാണാറ്. പിന്നീട് സാബിത്ത നിങ്ങളെ ഇല്ലേ ആ ചാനൽ പോയിട്ടാകുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരെ ഒരുപാട് ആളുകൾ ചോദിച്ചിന് എന്ത് പറ്റി സാബിത്താക്ക്, സാബിത്ത എവിടെ പോയി, എന്ത് സംഭവിച്ചു. നമുക്ക് വളരെ ടെൻഷനായി സാബിത്ത നിങ്ങളെ വീഡിയോ ഒന്നും കാണാത്തത്. ഇനി സാബിത്ത എന്ത് കഥയല്ല, എന്ത് പറഞ്ഞ നിങ്ങളൊന്ന്. ആ ചാനലിന് ചെറിയൊരു സാങ്കേതിക തടസ്സങ്ങൾ വന്നത് കാരണം കുറച്ചും കൂടി ദിവസം കഴിയും ആ ചാനൽ നമുക്ക് ക്ലിയറായി വരണമെങ്കിൽ. അപ്പൊ അതിന്റെ മുന്നേ ഞാനൊരു ചാനൽ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ. തുടങ്ങാൻ കാരണം എന്ന് വെച്ചാല് ഒരുപാട് ഫോൺ കോളും ഒരുപാട് മെസ്സേജും ഒരുപാട് നേരിൽ കണ്ട് പറയലും, സാബിത്ത എന്താ വീഡിയോസ് ഇല്ലാത്ത നിങ്ങളോട് മാത്രമല്ല സാബിത്ത, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്ന എന്തുകൊണ്ട് എന്ന് അറിയുന്നില്ല. കാരണം ചില ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും സാബിത്താന് തിരിച്ച് കണ്ടല്ലോ. അൽഹംദുലില്ലാ. പറയും സാബിത്ത നിങ്ങൾ. ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ വീഡിയോസ് ഇടുന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനൊരു പുതിയ ചാനലുമായി നിങ്ങളെ മുന്നിൽ വന്നത്. പഴയ ചാനൽ നമുക്ക് തിരിച്ചെടുക്കാൻ അതിന്റെ ഒരു നമ്പർ നമുക്ക് വിട്ടുപോയത് കൊണ്ടാണ്. അത് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് കിട്ടണം തന്നെ പ്രാർത്ഥിക്കുന്ന. സാബിത്ത ഇല്ലെങ്കിൽ എവിടെ ശരിയാണ് സാബിത്ത. കാരണം വെച്ചാൽ നിങ്ങൾ ഉണ്ടത് കൊണ്ട് കുറേ ആൾ നിങ്ങളെ ട്രോളുന്നുണ്ട്. അപ്പം സാബിത്ത നിർബന്ധമായിട്ട് നമ്മുടെ അടുത്ത് വേണമല്ലോ. അത് നല്ലൊരു കാര്യം. പിന്നെ പറയും സാബിത്ത, നിങ്ങളെ വിഷയമെല്ലാം കേൾക്കട്ടെ, എന്ത് കഥയല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ സാബിറ വ്ളോഗ് എന്നുള്ള ചാനല് ഈ ചാനൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനലാണ്. അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന ആൾ ഇതാ മറന്നുകൊണ്ടാട്ടോ, സാബിത്താൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ഞാൻ ആരോട് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുവരായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ സാബിത്താൻ്റെ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബർ ചെയ്യണം, മറന്നുകൊണ്ടാട്ടോ. സാബിത്ത വീണ്ടും നല്ല മാഷാ അല്ലാഹ് ഇതോടുകൂടി തിരിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനല്ലേ 3-4 ചാനലില്ലേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ യൂട്യൂബർ തന്നെ ഇപ്പൊ ഒരു പോലെയുള്ള 10 ആളുടെ 10 ആൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കുന്നുണ്ട്. ഒരു ഫോണും തന്നെ 3-4 ചാനൽ തുടങ്ങുന്നുണ്ട്. നിങ്ങളിപ്പോ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എന്ത് വേണം, സാബിത്താന്റെ ഈ വീഡിയോസ് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. ചിലപ്പോ ഏതെങ്കിലും ഒരാളായിരിക്കും കാണുന്നുണ്ടാവും. നമുക്കിതിപ്പം പിന്നെ നിങ്ങൾക്കിപ്പോ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നൊന്നും വരൂല. ഏതെങ്കിലും ഒരാളായിരിക്കും കാണുള്ളൂ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് സാബിത്ത, നിങ്ങൾ ബേജാറാക്കിയേ വേണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന സാബിത്താന് ഇനിയും നമ്മൾ ഉഷാറോട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഇതാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് അറിയില്ല സാബിത്ത. ഒരാളൊന്നുമല്ല, നിങ്ങളെ വീട് കേൾക്കാത്ത ആൾ ആരുണ്ട് സാബിത്ത? ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. എല്ലാം അറിഞ്ഞുകൂടാത്തോ ഇപ്പൊ ഇല്ലാലും മക്കളെ. എനിക്ക് സാബിത്താക്ക് എങ്ങോട്ടും പോയി കൂടാ. സാബിത്ത നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്ന് പറഞ്ഞ് സെൽഫി എടുക്കലും ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അപ്പൊ അങ്ങനത്തെ അവരെല്ലാം കാണാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. സാബിത്താന്റെ ചാനലിന് അത് സത്യമാണ് സാബിത്ത പറഞ്ഞത്. സാബിത്താനെ ഇന്ന് അറിയാത്ത ആൾക്കാർ ആരുമില്ല. എന്നിരുന്നാലും സാബിത്ത ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല 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 കണ്ടന്റുകളുമായിട്ട് സാബിത്ത വരണം, മറക്കരുത്. പിന്നെ മറ്റേ ഒരു കോഡ് നമ്പർ മറന്നുപോയാല് പ്രശ്നത്തിലാണുള്ളത്. ഇത് അടിച്ചു കൊടുത്താൽ ഉടനെ കിട്ടും. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഇത് പുതിയ ചാനലാണ്. അത് സാബി വ്ളോഗാണ്. ഇത് സാബിറ വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് പുതിയ ചാനലിലേക്ക് ഞാൻ വരും. ഈ ചാനലും ഉണ്ടാകും. ഇത് ഏതെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണമെന്ന് എൻ്റെ മുത്തുമണികളോട് സ്നേഹപൂർവ്വം പറയുകയാണ്. എന്നെ കാണാനും എന്റെ സംസാരം കേൾക്കാതിരിക്കാനും അവർക്ക് വയ്യ.
അങ്ങനെ ഒരുപാട് വിഷമിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചാനൽ തുടങ്ങിയത്. നല്ല കാര്യം സാബിത്ത. കാരണം വെച്ചാൽ നിങ്ങളെ ഈ സംസാരം കേൾക്കാതിരിക്കാനും നിങ്ങളെ കാണാതിരിക്കാനും ചില ആളുകൾക്ക് പറ്റൂല എന്നുള്ള ഏറ്റവും തെളിവ് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇത് ഇട്ടിട്ട് ചോദിക്കുന്നുള്ളത്. അപ്പം അത് വല്ലാത്തൊരു സംഭവമാണ്. സാബിത്ത യൂട്യൂബിൻ്റെ ഒരു നിധി തന്നെ പറയാം. സാബിത്താൻ്റെ പിന്നെ കഴിഞ്ഞ ആ യൂട്യൂബ് ചാനൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാബിത്താവോ. നിന്നെങ്കിൽ ഞമ്മക്കല്ല ബുദ്ധിമുട്ട്, നിന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് സാബിത്ത. കാരണം വെച്ചാൽ നിങ്ങൾ വീഡിയോ ചെയ്യാനും വീഡിയോ എതിരിക്കാലിരിക്കുമ്പോൾ ഇല്ല ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ ചെയ്യണം വീഡിയോ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ വൈറലായി കിടക്കുന്ന ഒരുപാട് യൂട്യൂബർക്കും അവരെ കോഡ് നമ്പർ ഒരു പുതുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അത് അടിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ വന്ന് ബ്ലോക്കായി കിടന്നിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ചാനലാണ്. അതിലും ഇപ്പൊ ഞാൻ പട്ടുക്കല്ലോ, പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കണ്ട വലിയ യൂട്യൂബറുടെ ചാനൽ വരെ ഒരു നമ്പർ അടിക്കാത്തത് അവിടെ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അപ്പം അതിനെക്കാട്ടും വലുതായി നമ്മുടെ സാബിത്ത ഇന്ന്. അതാരാക്കിയത്? ഈ കാണുന്ന ഓരോരോ പ്രേക്ഷകരുമാണ് സാബിത്താൻ്റെ ഓരോരോ വീഡിയോയിലും വൈറലാക്കിയത്. സാബിത്ത കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ പിന്നെ ഒരു മിനിറ്റ്, സാബിത്ത എന്താ വേറെന്തോ പറയുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിലും 75,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്. മാത്രമല്ല വൈറലായി കിടന്ന ആളാണ്. യൂട്യൂബ് മുഴുവനും കത്തി നിൽക്കുന്ന ഒരാളാണ് സാബിത്ത. കറക്റ്റ് സാബിത്ത പറഞ്ഞത്. സാബിത്ത യൂട്യൂബിൽ കത്തിദ്വലിച്ച് നിൽക്കുന്ന ഒരു വിളക്കാണ് സാബിത്ത. അപ്പം നമ്മുടെ ഈ സാബിത്ത തിരിച്ച് വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ല എൻ്റെ പ്രേക്ഷകരെ? നിങ്ങൾ നമ്മളെ സാബിത്താനെ ഇനിയും സപ്പോർട്ട് ചെയ്തിട്ട് സാബിത്താനെ പിന്നെ ആ കത്തിദ്വലിച്ച് നിൽക്കുന്ന ആ സാബിത്താനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. പക്ഷെ വിഷമായി സാബിത്ത. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ കാണാത്തത് നമുക്ക് വളരെ ബേജാറായിട്ടുണ്ടായിന്, സങ്കടമായി പോയിട്ടുണ്ടായിന്. എന്നാലും പറയും സാബിത്ത നിങ്ങൾ. അപ്പം പിന്നെ അതുകൊണ്ട് ഒരു പുതിയ ഒരു കോഡ് അടിച്ചു കൊടുക്കാൻ പറ്റത് കഴിയാത്തത് കൊണ്ടാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്താക്ക് വേണ്ടിയിട്ട് ഓക്കെ മക്കളെ, എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. ചിലപ്പോൾ ഒന്നോ രണ്ടാളെ കാണലുണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂല. നിങ്ങളവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലാണത് ഇത്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൻ അമർത്തുക, ഷെയർ ചെയ്യുക. ഓക്കെ മക്കളെ, ബൈ. അപ്പം സാബിത്ത പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? സാബിത്ത യൂട്യൂബിൽ കത്തിദ്വലിച്ച് നിൽക്കുന്ന ഒരു വിളക്കാണ് സാബിത്ത. അപ്പോൾ സാബിത്താൻ്റെ ചാനൽ നിങ്ങൾ പിന്നെ സാബിത്താൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സാബിത്താൻ്റെ നല്ല വീഡിയോകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സാബിത്ത നല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ചാനലും തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് സാബിത്ത. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രിയപ്പെട്ട സാബിത്താക്ക്.